വരണ്ടേ? കാരണം ഞങ്ങൾ എത്ര പ്രാവശ്യമായിട്ട് ആംബുലൻസ് കോൺടാക്ട് ചെയ്യുന്നു, കാരണം പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നില്ല, ആരും. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറായി ഈ വണ്ടി പിടിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. തൃശ്ശൂർ പോയിട്ട് മെഡിക്കൽ കോളേജിൽ എത്തേണ്ട ടൈം കഴിഞ്ഞു. ഇവരിവിടെ ആംബുലൻസ് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ഇറക്കിയിട്ടുള്ളത്. ആ രോഗിക്ക് എടുക്കുക, ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഈ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരിക്കും. ഞങ്ങളൊക്കെ ഈ ട്രെയിനിൽ വന്ന ആൾക്കാരാ. ഞങ്ങൾ അവരുടെ ആരുമല്ല, രോഗിയുടെ ആരുമല്ല. ഞങ്ങളിവിടെ കണ്ടിട്ട് പ്രതികരിച്ച ആൾക്കാരാ. നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആരും അറിയില്ല. നിങ്ങളിങ്ങനെ വരുന്നത് ഞങ്ങൾക്കൊണ്ട് ബുദ്ധിമുട്ട്. നിങ്ങൾ ഞങ്ങളെ പോലെ നിങ്ങളെ ഇൻഫോം ചെയ്താണ്. TTR ഇൻഫോം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ഇറക്കേണ്ട. ആള് മരിച്ചു പറയുന്നത്. ആള് മരിച്ചു എന്നാ പറയുന്നേട്ടാ. എവിടേക്ക് കമ്മിങ് ഹാഫ് അവർ. ദിസ് ഇസ് ഹാഫ് അവർ. എനിക്ക് എന്ത് ഉത്തരവാദിത്തം? ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആള് മരിച്ചു എന്നാ പറയുന്നത്. ഒരു ഓട്ടോ പിടിച്ചു കൊടുത്തുകൂടായിരുന്നു. നീയൊക്കെ എന്തിനുണ്ടോ ഈ വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്? ജീവിക്കുന്നത് ഒരു മനുഷ്യനെ പോയിട്ടുള്ളത് കേട്ടാ. ഒരാള് മരിച്ചു എന്നുള്ളതാ. ആ ലേഡീനെ എന്ത് ചെയ്യൂ? ഞങ്ങളൊന്ന് അവരെ കൂടെ വന്നതല്ല, മനസ്സിലാവുണ്ട്. ഇത്രയും സ്റ്റാഫിൽ ഒരാൾക്ക് നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ എന്തിനു പണിയെടുക്കുന്നേ? റെസ്പോൺസിബിലിറ്റി ഇല്ല ഇയാൾക്ക്. ഇയാളെ ഞാൻ എന്തോരം വിളിച്ചു എന്നറിയാം. 101 ഞാൻ വിളിച്ചു. ഞാൻ 101 വിളിച്ചു. അറിയാം ഇവിടെ അലൗഡ് അല്ല. സോറി വേണ്ട. തന്നെ പണി വളരെ മോശം. ഒരാളെ ട്രെയിനിൽ വന്ന ഒരാൾക്ക് അരമണിക്കൂറാണ് ഇവിടെ കിടന്നിട്ട് ഈ മരിച്ചിട്ടുള്ളത്. ഇതൊന്ന് നോക്ക്. അയാളാണ് ഉത്തരവാദി. അയാള് അരമണിക്കൂറായി ഇവിടെ കിടക്കുന്നത്.